വീട്ടുമുറ്റത്ത് കൃഷി ചെയ്തിട്ടുള്ള ഏതാനും വെണ്ടച്ചെടികളിൽ നിന്നും ഒരു നേരം വിളവെടുത്തിട്ടുള്ള വെണ്ടയാണ് ഇത്. മുറ്റത്ത് ഇതുപോലെ നമ്മൾ വെണ്ട കൃഷി ചെയ്യുകയാണെങ്കിൽ അന്നന്നത്തെ ആവശ്യത്തിലേക്കുള്ള വെണ്ടയ്ക്ക നമുക്ക് ഇതുപോലെ വിളവെടുക്കാനായിട്ട് കഴിയും. കാര്യമായ കൃഷിരീതികളൊന്നും പരിചയമില്ലാതെ തന്നെ ഏതൊരാൾക്കും അവരവരുടെ വീട്ടുമുറ്റത്തും ടെറസിലും അടുക്കളത്തോട്ടത്തിലും വീട്ടുപരിസരത്തും ഒക്കെ വളരെ നന്നായിട്ട് എല്ലാ തരത്തിലുമുള്ള പച്ചക്കറികളും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനുള്ള എൻ്റെ ചില വീഡിയോകളാണ് ഞാൻ യൂട്യൂബിൽ വല്ലപ്പോഴും ഒക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. ചെറിയ ചാക്കുകളിലും ഗ്രോ ബാഗുകളിലും ഒക്കെയായിട്ട് 10 മൂട്, അതായത് 10 ബാഗ് വെണ്ടയാണ് ഞാനിവിടെ മുറ്റത്ത് നട്ടിട്ടുള്ളത്. കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്ത് മാർക്കറ്റിലെത്തുന്ന ആ വെണ്ട വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വെണ്ടയ്ക്ക ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് കഴിയും. കാര്യമായ വളപ്രയോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ചെറിയ ചെറിയ വളപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ഇങ്ങനെ കൃഷി ചെയ്യാം. ഈ കൃഷിരീതി ഞാൻ ചെയ്യുന്ന എൻ്റെ രീതി, ഞാൻ വിത്ത് മുതൽ വിളവെടുക്കുന്നത് വരേക്കുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് മാർക്കറ്റിൽ നിന്നും യഥേഷ്ടം വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ പരമാവധി കീടനാശിനികൾ ഉപയോഗിക്കാതുള്ള ഒരു കൃഷി രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാറുള്ള മിക്കവാറും എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഞാൻ ഇങ്ങനെ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന പല കൃഷി രീതികളും ഞാൻ ഇതിന് മുമ്പ് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ഈ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വേണ്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുക. ഓരോ ദിവസവും വെണ്ടയ്ക്ക വീണ്ടും വീണ്ടും പൂവിടുകയും കായ്ക്കുകയും വളരുകയും ചെയ്യുമ്പോൾ അതത് ദിവസങ്ങളിൽ, അതായത് ഒന്നിടവിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും വെണ്ടയ്ക്ക നമ്മൾ അതിൽ നിന്നും അറുത്തെടുത്തുകൊണ്ടിരിക്കണം. പലരും ഇത്തരം കൃഷികളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്നും പിന്നീട് പരാജയപ്പെട്ട് പിൻവാങ്ങുകയാണ് ചെയ്യാറുള്ളത്. അത്തരം ആളുകൾക്ക് എൻ്റെ ഈ കൃഷിരീതി ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വെണ്ട കൃഷി വീട്ടാവശ്യത്തിന് മാത്രം എന്നല്ല, താല്പര്യമുള്ളവർക്ക് വാണിജ്യാടിസ്ഥാനത്തിലും ഇങ്ങനെ നന്നായി കൃഷി ചെയ്ത് വിളവെടുക്കാവുന്ന ഒന്നാണ്. വളരെ വിജയകരമായിട്ട് ഈ വെണ്ട കൃഷി വീട്ടുമുറ്റത്ത് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. കൃഷി സംബന്ധമായിട്ടുള്ള മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഹൈബ്രിഡ് പാക്കറ്റ് വിത്തുകളാണ് ഇതിനു വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് 35 ഉറുപ്പികയാണ് വില. വെണ്ട വിത്ത് മുളപ്പിച്ച് തൈകൾ പറിച്ച് നടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എപ്പോഴും ഇതുപോലുള്ള പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ തൈകൾ വളർത്തിയതിന് ശേഷം പറിച്ച് നടുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഇതിൽ 60 വിത്തുകളുണ്ട്. ഈ പാക്കറ്റിൽ 60 വിത്തുകളുണ്ട്. ഒരു 10 ബാഗുകളിലായിട്ട് കൃഷി ചെയ്യാനുള്ള വിത്തുകളെ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. കയ്യിൽ നല്ല വിത്തുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഈ വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാനായിട്ട് ഒരു 15 ദിവസത്തിലധികം മുമ്പേ ഒരു സ്വല്പം മാത്രം കുമ്മായം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ആ മണ്ണും അതിലേക്ക് ഈ മണ്ണിൽ തരി കുറവായതിനാൽ ഒരു അല്പം എംസാൻഡ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചകിരിച്ചോറ് കൂടി ചേർക്കുന്നുണ്ട്. ഈ ചകിരിച്ചോറ് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് 2-3 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിഴിഞ്ഞെടുത്ത് വീണ്ടും അതുപോലെ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വീണ്ടും പിഴിഞ്ഞെടുത്ത് അങ്ങനെ പല തവണ ചെയ്തതിന് ശേഷം നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതായിരിക്കണം. അങ്ങനെയുള്ള ചകിരിച്ചോറ് നമുക്ക് കൃഷിക്ക് ഗുണം ചെയ്യുകയുള്ളൂ. ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രം ചാരം ചേർത്ത് നന്നായി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ചാണകപ്പൊടിയാണിത്.
ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പേപ്പർ ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. വെണ്ട വിത്ത് പാകിയെടുക്കുന്നതിനായിട്ട് ഇത് ഒന്ന് കുതിർത്തി എടുക്കണം. ഇത് ഹൈബ്രിഡ് വിത്തായതുകൊണ്ട് ഒരു 1, 2, 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പാകാം. വിത്തുകൾ പാകി മുളപ്പിക്കാനുള്ള ഈ പേപ്പർ ഗ്ലാസ്സുകളുടെ മൂട്ടിലൊക്കെയും ദ്വാരം ഇട്ട് വെക്കാൻ മറക്കരുത്. ഓരോ കപ്പിലും 1/4 ഭാഗത്തോളം ഈ മിക്സർ നിറച്ച് വെച്ചതിന് ശേഷം അത് ഒന്ന് കുതിർത്തി എടുക്കാനായിട്ട് അതിൽ എല്ലാത്തിലും കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക കൂടി ചെയ്യുക. മിക്സർ വെള്ളം നനഞ്ഞ് കുതിർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വിത്തുകൾ പാകിയെടുക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഈ വിത്തുകൾ വെള്ളം വാർത്തതിന് ശേഷം നമുക്ക് പാകിയെടുക്കാം. കോട്ടൺ തുണിയുടെ ചെറിയ കഷ്ണങ്ങളിൽ വിത്തുകളാക്കിയിട്ട് അത് കിഴി കെട്ടിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ മുക്കി എടുത്തു വെച്ചാൽ പിന്നെ തൊട്ടടുത്ത ദിവസത്തേക്ക് അതിന് മുള വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിത്തുകളും നമുക്ക് ഇങ്ങനെ പാകിയെടുക്കാം. ഇതിലിപ്പോൾ ഓരോ ഗ്ലാസ്സിലും ഓരോ കപ്പിലും ഒരു 2, 3 വിത്തുകൾ വീതം നമുക്ക് പാകിയെടുക്കാം. ഇതിൽ കരുത്തുള്ള 2 ചെടികൾ നിർത്തി ബാക്കി പിഴുത് മാറ്റിയാൽ മതിയല്ല. ഇങ്ങനെ ഓരോ കപ്പിലും 2, 3 വിത്തുകൾ വീതം 1, 1.5 ഇഞ്ച് അകലം വെച്ചിട്ട് വിത്തുകൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കിയ അതല്ലെങ്കിൽ ആദ്യം ഇതിലിട്ട അതേ പോട്ടിംഗ് മിക്സ് തന്നെ കുറേശ്ശെ മേലെ വിതറി കൊടുക്കുക. ഇത് മുളച്ചു പൊങ്ങുന്ന വിത്തുകൾക്ക് തലയ്ക്ക് മീതെ ഒരു ഭാരമായി മാറാത്ത വിധം നേരിയ തോതിൽ മാത്രമേ വിതറി കൊടുക്കാനായിട്ട് പാടുള്ളൂ. ശേഷം അതിലുള്ള വിത്തുകൾ പൊന്തി പൊങ്ങി വരാത്ത തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ ഹാൻഡ് സ്പ്രേയറുകൾ ഉപയോഗിച്ച് പതുക്കെ ദിവസവും നനച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അതില്ല എങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ മൂടിയിന്മേൽ സൂചി ഉപയോഗിച്ച് ചെറിയ ദ്വാരങ്ങൾ ഇട്ടതിന് ശേഷം അതുകൊണ്ടും പതുക്കെ നനച്ചു കൊടുക്കാനായിട്ട് കഴിയും. ശേഷം വെയിലും മഴയും ഏൽക്കാത്ത എന്നാൽ സൂര്യപ്രകാശം കിട്ടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഈ വിത്തുകൾ നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ആവശ്യത്തിന് മാത്രം വെള്ളം നനച്ച് കൊടുത്താൽ മതി. ഒരു ദിവസം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ കന്നി ഇലകൾ വിടർന്നു കഴിഞ്ഞാൽ കുറച്ച് വെയിലും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1, 1.5 മണിക്കൂർ വെയിൽ കടന്നു പോകുന്ന നമ്മുടെ വീട്ടിൻ്റെ ഇറയത്തേക്കോ മറ്റോ കുറേശ്ശെ വെയിൽ കിട്ടാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. ശേഷം തളിരും തൂമ്പും ഇലയും ഒക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ നല്ല കരുത്താർജിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി അധികം വെയിൽ കിട്ടുന്ന എന്നാൽ അമിതമായി വെയിലേൽക്കാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കണം. മാർച്ച് 9-ാം തീയതിയാണ് വിത്തുകൾ പാകിയത്. ഇന്ന് മാർച്ച് 21-ാം തീയതി. 11 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് തൈകൾ പറിച്ച് നടാനുള്ള സമയം ആയി. വീട്ടുമുറ്റത്ത് വെണ്ട കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തുകൾ മുളപ്പിച്ചെടുത്ത വെണ്ട തൈകൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ബാഗുകളും പോട്ടി മിക്സുമാണ് ഇത് 10 ബാഗുകളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കി എന്ന് നോക്കാം. അല്പം കുമ്മായപ്പൊടി ചേർത്ത മണ്ണ് 15 ദിവസത്തിലധികം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഈ മണ്ണ്. ചെടികളുടെ മൂട്ടിലും മുരട്ടിലും ഉള്ള മണ്ണിൽ നിന്ന് ചെടികളെ ബാധിക്കാറുള്ള പലതരത്തിലുള്ള രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ ചെറുക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുള്ള മണ്ണും വളവും എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിലേക്ക് ചേർക്കാനുള്ള ചകിരിച്ചോറാണിത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ കഴുകി ഉണക്കിയിട്ടുള്ളതാണ്. ചകിരിച്ചോറിനോടൊപ്പം തന്നെ മണ്ണ് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉണങ്ങിയ കരിയില അല്ലെങ്കിൽ പച്ച ഇലകൾ. രണ്ടായാലും ഇത് വെയിലത്ത് വെച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒന്ന് തിരുമ്മി കൊടുത്താൽ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞു കിട്ടും. പിന്നെ അല്പം മാത്രം ചാരം ചേർത്ത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയിട്ടുള്ള ചാണകപ്പൊടിയാണുള്ളത്.
മറ്റൊന്ന് കരിയിലകളും വീട്ടിലെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ചേർത്ത് വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റാണ്. അത് ഈ കൃഷിയിലേക്ക് ആവശ്യമില്ല. അപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് അതും അല്പം ചാരം ചേർത്ത് ഉണക്കിയെടുത്തതിന് ശേഷം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇത് ചാരം ചേർത്ത് ഉണക്കിയെടുത്ത കോഴിക്കാഷ്ടമാണ്. ഇത് ഉണ്ടെങ്കിൽ വെണ്ട കൃഷിയിൽ ഉപയോഗിക്കാം. ഇത് വളക്കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന എല്ലുപൊടിയാണ്. ഇതിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. 10 ബാഗിലേക്കുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതിന് 15 ദിവസം മുമ്പേ അല്പം കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെച്ച 12 ചെറിയ മുറം മണ്ണാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ 6 മുറം മണ്ണ് മാത്രമാണ് എടുക്കുന്നത്. ബാക്കി വേണ്ടതായ 6 മുറം മണ്ണിന് പകരം പഴയ പോട്ടിംഗ് മിക്സ് മണ്ണാണ് ഞാൻ ഇതിലേക്ക് പിന്നീട് തൽക്കാലം ചേർക്കുന്നത്. ഈ മണ്ണിലേക്ക് 2-3 മുറം ഈ ചകിരിച്ചോറ് നമുക്ക് ചേർക്കാം. ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില നുറുങ്ങുകൾ 1-2 മുറം ചേർക്കാം. വെണ്ണീർ ചേർത്ത് ഉണക്കിയെടുത്ത ചാണകപ്പൊടി 3-4 അളവ് ചേർക്കാം. വെണ്ണീർ ചേർത്ത് ഉണക്കിയെടുത്ത നാടൻ കമ്പോസ്റ്റ് 1-2 മുറം ചേർക്കാം. ചാരം എന്ന ഈ വെണ്ണീർ ചേർത്ത് ഉണക്കിയെടുത്ത കോഴിക്കാഷ്ടവും 1-2 മുറം ചേർക്കാം. അതുപോലെ എല്ലുപൊടി 1 അളവ് ചേർക്കാം. 10 ബാഗിലേക്കുള്ള പോട്ടിംഗ് മിക്സിലേക്ക് 12 മുറം മണ്ണാണ് വേണ്ടിയിരുന്നത്. അതിലേക്ക് ആദ്യം 6 മുറം മണ്ണ് എടുത്തിട്ടുള്ളൂ. ബാക്കി 6 മുറം മണ്ണ് നമ്മൾ മുമ്പ് കൃഷി ചെയ്ത് ഒഴിവാക്കിയ അല്ലെങ്കിൽ കൃഷി ചെയ്ത് കഴിഞ്ഞ ആ ബാഗുകളിലുള്ള മണ്ണ്, ആദ്യത്തെ പഴയ പോട്ടിംഗ് മിക്സ് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഇത്. 6 മുറം ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ബാഗുകളിലേക്ക് മാറ്റാം. ഗ്രോ ബാഗുകൾ കുറഞ്ഞത് 1.5 അടിയെങ്കിലും വീതിയും 2 അടിയെങ്കിലും ഉയരം ഉള്ള ബാഗുകളായിരിക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചാക്കുകൾ ഉപയോഗിക്കുക. അതിപ്പോൾ ചെറുതോ വലുതോ ആയിട്ടുള്ള ചാക്കുകളിലായിട്ടും നമുക്ക് ഈ വെണ്ട കൃഷി ഇങ്ങനെ ചെയ്യാം. ഇത്തരം ചെറിയ സൈസിലുള്ള ഗ്രോ ബാഗുകളിലും അതുപോലെ ടൈൽസ് ഒട്ടിക്കുന്ന പശ വരുന്ന ഈ ചെറിയ തരത്തിലുള്ള ചാക്കുകളിലും ആണ് കൃഷി ചെയ്യുന്നത്. ചാക്കുകളുടെയും ഗ്രോ ബാഗുകളുടെയും മൂട്ടിൽ വേണ്ടത്ര ആവശ്യമായ അത്ര ദ്വാരങ്ങളിട്ട് വെച്ചതിന് ശേഷം ആ ബാഗുകളുടെയും ചാക്കുകളുടെയും അരക്ക് താഴെ, പകുതിക്ക് താഴെ, കാൽ ഭാഗത്തിനധികമായിട്ട് നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുക്കാം. ഓരോ ബാഗിലും വെള്ളം ഒഴിച്ച് ഈ പോട്ടിംഗ് മിക്സ് ഒന്ന് കുതിർത്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് തൈകൾ മാറ്റി നടാനായിട്ട് ഓരോ ബാഗിലും കൈകൊണ്ട് ഒന്ന് മാന്തി ഓരോ കുഴി ഉണ്ടാക്കിയെടുക്കുക. മുമ്പ് പറഞ്ഞതുപോലെ ഈ പോട്ടിംഗ് മിക്സിലേക്കുള്ള മണ്ണും എല്ലാ വളങ്ങളും ഒക്കെയും വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഈ മണ്ണിൽ നിന്നുള്ള എല്ലാ കീടങ്ങളുടെ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ആദ്യമേ വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ച പേപ്പർ ഗ്ലാസുകൾ ഇതിൽ നിന്നും കീറിക്കളഞ്ഞതിന് ശേഷം തൈകൾ ഗ്രോ ബാഗുകളിലേക്ക് മാറ്റി നടാം. 1-2 തൈകൾ നിർത്തി ബാക്കി പിഴുതു മാറ്റാം. ഞാനിവിടെ 2 തൈകൾ വീതമാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. വെള്ളം അധികമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് വെയിലത്തേക്ക് നേരിട്ട് വെക്കരുത്. കുറച്ച് ദിവസം തണലത്തൊക്കെ ഇരുന്ന് ഇതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം വെയിലത്തേക്ക് മാറ്റിയാൽ മതി. വെണ്ടത്തൈകളുടെ തണ്ടുകൾക്ക് നീളക്കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് തൽക്കാലം നമ്മൾ നേരത്തെ പിഴുതു മാറ്റിയ പേപ്പർ ഗ്ലാസിൻ്റെ ആ കീറിയ പാർട്ടുകൾ കമഴ്ത്തി തിരിച്ചു വെച്ച് കൊടുത്താൽ മതിയാകും. 3 ദിവസം തണലത്ത് തന്നെ ഇരുന്നതിന് ശേഷം അത്യാവശ്യം വെയിലോ വെളിച്ചം ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക്, വീട്ടിൻ്റെ മുറ്റത്തിൻ്റെ അരികു പറ്റിയ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റി വെച്ചിട്ട് ഒരു ആഴ്ച ആയിട്ടുണ്ട്. മാർച്ച് 21-ാം തീയതിയാണല്ലോ തൈകൾ പറിച്ചു നട്ടത്. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞു. ഈ സമയം നമുക്ക് ഇതിന് ഒരു ആദ്യത്തെ ചെറിയ വളം ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു മുറം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ വളങ്ങളും കുറേശ്ശെ ചാരം ചേർത്ത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുത്തതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം.
പിന്നീട് അതിലേക്ക് 1/2 കിലോ കടലപ്പിണ്ണാക്ക് കൂടി എടുക്കുന്നുണ്ട്. ചേർക്കുന്ന വളങ്ങൾ കട്ട പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് കുത്തിപ്പൊടിച്ച് കൊടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. കടയിൽ നിന്നും ഇത് വാങ്ങുമ്പോൾ പൂത്ത് കേടാവാത്ത നല്ല തരം തന്നെ നോക്കി വാങ്ങാനും ശ്രദ്ധിക്കുക. അതുപോലെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പം ഇത്രത്തോളം മതി. അതും തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പൂക്കാത്ത തരം തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇതുപോലെ പൊടിച്ച് ചേർക്കാനും ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് എല്ലുപൊടിയാണ്. അതും നല്ലത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്കൊരു 2 ചിരട്ടയൊക്കെ ചേർത്താൽ മതി. ചിരട്ടയ്ക്ക് അല്ലെങ്കിൽ 2 പിടി ചേർത്താൽ മതി. ഇതും തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയതാണെങ്കിൽ വളരെ നന്ന്. 1 പിടി വെണ്ണീർ കൂടി ചേർക്കുന്നുണ്ട്. ചെടികളിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും കീടബാധകൾക്കും കാരണം അതിൻ്റെ അടിയിലുള്ള ചുവട്ടിലെ മണ്ണിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ രോഗങ്ങളെയും നമുക്ക് ചെറുക്കാനായിട്ട് നമുക്ക് മണ്ണും വളവും ഒക്കെ വേനൽക്കാലത്ത് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് വെച്ചതാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് വളരെ ഗുണകരമായി മാറുകയും ചെയ്യും. ആദ്യത്തെ ഈ വളം ചേർക്കലിന് ഞങ്ങളുടെ നാട്ടിൽ പഴമക്കാരായ ആളുകൾ പൊടിവളം ചേർക്കുക എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഓരോന്നിൻ്റെയും തടത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണ് കുത്തി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം 2 പിടി വീതം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ചെടികളുടെയും തടത്തിൽ ഈ 2 പിടി വീതം നമ്മുടെ ഈ പൊടിവളം ഇട്ട് കഴിഞ്ഞ് ഇനി ഒരു ബാഗിലേക്ക് 1/2 മുറം മണ്ണ് എന്ന തോതിൽ 10 ബാഗുകളിലേക്കായിട്ട് 5 മുറം മണ്ണ് എടുക്കുന്നുണ്ട്. ഇത് കാലേ കൂട്ടി കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണ് തന്നെയാണ്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ കഴുകി ഉണക്കിയ ചകിരിച്ചോറ് 2 മുറം കൂടി എടുക്കുന്നുണ്ട്. ശേഷം ഈ ചകിരിച്ചോറും മണ്ണും കൂടി വളരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം അതിൽ നിന്നും 1/2 മുറം വീതം എടുത്തിട്ട് ഓരോ ചെടികളുടെയും മുരട്ടിൽ നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്ത ആ പൊടിവളത്തിന് മുകളിലായിട്ട് ഈ പൊടി മിശ്രിതം, ഈ പൊടി മണ്ണ് ഇട്ട് നന്നായി ചേർത്ത് കൊടുക്കുക. അതിൽ അരിയിലും മുക്കിലും ഒക്കെ എത്തത്തക്ക രൂപത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെറിയ തൈച്ചെടികൾക്ക് മണ്ണിലെ ജലാംശം നിലനിർത്താനും മണ്ണിൽ ധാരാളമായി വേരോടി വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാനും വളരെയധികം സഹായിക്കും. വേനൽക്കാലത്തായതുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളരെ കുറേശ്ശെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഒരു 3-4 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ആ പേപ്പർ കപ്പിൻ്റെ കടലാസ് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ അവിടെ ഒരു കുഴി വരുമല്ലോ. അപ്പോൾ ആ കുഴി ആ സമയത്ത് ഒന്ന് തൂർത്ത് കൊടുക്കുക. നമ്മൾ ആ കുഴി ഒന്ന് അങ്ങോട്ട് തൂർത്ത് കൊടുത്താൽ മതി. ഇനി അങ്ങോട്ട് ഈ വെണ്ടത്തൈകൾ അതിവേഗത്തിൽ വളർച്ച പ്രാപിക്കും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ വെണ്ടത്തൈകളുടെ വളർച്ച അതിവേഗത്തിലാകുകയും പൂവും കായും ഒക്കെ വന്ന് തുടങ്ങുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങുകയും ചെയ്യും. ഇനി അങ്ങോട്ട് വെണ്ടയ്ക്ക കായ്ച്ച് തുടങ്ങിയാൽ കൊടുക്കേണ്ടതായിട്ടുള്ള വളങ്ങളും രോഗപ്രതിരോധ മാർഗങ്ങളും കീടങ്ങളെ അകറ്റി നിർത്താനുള്ള വഴികളും ഒക്കെയാണ് പറയാനുള്ളത്. അത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. അത് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. തുടർന്നുള്ള ഇതിൻ്റെ 2ാം ഭാഗം കാണാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കൂടി ചെയ്യുക.